സായി ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷം ഒന്നും ചെയ്യുന്നില്ല. അവിടെ എന്തിനു പോയി, ഇതുപോലൊരു വാഴേനെ എന്തിനു പറഞ്ഞു വിട്ടു എന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. സായി അവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നത് കാണാനില്ല. സായിൽ നിന്ന് ഒരുപാട് നല്ല ഗെയിംസ് പ്രതീക്ഷിക്കുന്ന സമയത്ത് സായി അവിടെ ഇവിടെ ഇരുന്ന് മൂലയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു സായിയെ മാത്രം കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ 24/7 ലൈവ് കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത് എന്ന് എനിക്കൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട്. 24/7 കാണുന്ന സമയത്ത് സായിയുടെ മാനിപ്പുലേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. സായി അവിടെ അടി ഉണ്ടാക്കിയിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല, ആരുടെ അടുത്തും ദേഷ്യപ്പെട്ടിട്ടില്ല എന്നതൊഴിച്ച് മാറ്റി നിർത്തിയാൽ സായി അവിടെ വ്യക്തമായ ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് സായി അവിടെ കളിക്കുന്നത്. ഇത്രയും വർഷം ബിഗ് ബോസ് കണ്ട ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ സായിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രേക്ഷകർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് സായി ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നത് നമ്മുടെയും കൂടി തെറ്റല്ലേ? സായിനെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സായി ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും ആ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റാവുന്നത് ഊറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സായി. അത് വ്യക്തമായിട്ട് നമുക്ക് 24/7 കാണുന്ന സമയത്ത് മനസ്സിലാവും. സായി അവിടെ നിന്നുകൊണ്ട് സായി ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരെയും കളത്തിലിറക്കി കളിപ്പിക്കുക. സായി ഇവിടെ നിന്ന് പറഞ്ഞു പോയില്ലേ, ഞാൻ ഓരോരുത്തരെ കൊണ്ട് കളിപ്പിക്കുമെന്ന്. ആ കളിപ്പിക്കൽ തന്നെയാണ് സായി അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരെ കളത്തിലിറക്കി കളിപ്പിച്ചുകൊണ്ട് അവരുടെ മുഖംമൂടി വലിച്ചു കീറുക എന്നത് തന്നെയാണ് സായി അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അടിയും പിടിയും വഴക്കൊക്കെ ആവശ്യത്തിന് വേണം, ആവശ്യത്തിന് ഞാൻ വരുമ്പോൾ പുറത്തെടുക്കുമെന്ന് സായി പറയുന്നുണ്ട്. അതിന്റെ സിറ്റുവേഷൻ ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്യണം പറഞ്ഞു. സായി അത് അടിയിലേക്കും പിടിയിലേക്കും ഒക്കെ എത്തിക്കും. പക്ഷെ സൈലന്റ് ആയി നിന്നുകൊണ്ട് അവിടെ കുറച്ച് വിഷം അവിടെ ഇവിടെ ഒക്കെ വെതറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈലന്റ് ആയി നിൽക്കുന്നവർ കൂടുതൽ വിഷമാണ് ഒന്ന് ഓർക്കുന്ന സമയത്ത്. സായി അതവിടെ വ്യക്തമായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കാനുള്ള തീരുമാനം പോലും സായിയുടെയും സിബിയുടെയും ആയിരുന്നു. സായിയെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നീക്കുപോക്കുകൾ സായി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജിൻഡോ ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് സായിയുടെ ഒരു നിലപാടായിരുന്നു. സായി അതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ജിൻഡോ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഈ വരുന്ന ആഴ്ച അവർക്ക് അവിടെ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടും, സായിക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കിയത്. അതൊരു ഉദ്ദേശം തന്നെയായിരുന്നു സായിയുടെ. അതുപോലെ തന്നെ അവിടെ പഴയ പവർ ടീമിനെ തന്നെ വിജയിപ്പിക്കാനായിട്ട് സായി അവിടെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ നല്ലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ സായിക്ക് കഴിയുമായിരുന്നു. പഴയ പവർ ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ പഴയ പവർ ടീമിനെ കാൽച്ചുവട്ടിൽ വെച്ചുകൊണ്ട് ഒന്ന് അരയ്ക്കാമെന്ന് സായി കരുതിയതാണ്. പക്ഷെ അവിടെ ഒന്ന് പാളിപ്പോയി സായിയുടെ ഗെയിം. സത്യത്തിൽ അവിടെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും നീക്കുപോക്കുകൾ സായി അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ജിൻഡോന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, പഴയ പവർ ടീം വന്നു കഴിഞ്ഞാൽ ജിൻഡോ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്, കളിക്കാനല്ലേ? കളിക്കാനാണെന്നുണ്ടെങ്കിൽ പഴയ പവർ ടീം വന്നാലല്ലേ നിനക്ക് കളിക്കാനായിട്ട് സ്പേസ് കിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു അവിടെ സായി പറഞ്ഞത്. അവിടെ ഈ പറയുന്ന ജാൻമണിയോ ഋഷിയോ മുന്നിൽ വന്ന് നിന്നാൽ അവിടെ ജിൻഡുക്ക് കളിക്കാൻ സാധിക്കില്ല, ഒരു എതിർ ടീം വന്നാലേ കളിക്കാൻ സാധിക്കുള്ളൂ. അതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സായി അത്രയും മന്ദബുദ്ധിയൊന്നുമല്ല. ഇപ്പൊ ജാസ്മിന്റെ വിഷയമാണെങ്കിൽ പോലും ജാസ്മിനെ മാക്സിമം ഈ ഒരാഴ്ച കൊണ്ട് തളർത്താനായിട്ട് സായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും സായിയുടെ വിജയമല്ലേ ഒന്നോർക്കുമ്പോൾ. അതപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സായിയെ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാറായിട്ടില്ല എന്ന് തന്നെയാണ്. സായിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. സായി അവിടെ നിന്നുകൊണ്ട് മൗനമായി ഇരുന്നുകൊണ്ടല്ല അവിടെ ഗെയിം കളിക്കുന്നത്, സംസാരിച്ചുകൊണ്ടാണ്, വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ ആ സംസാരത്തിലൂടെ സായി അവിടെ പലരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പലരെയും സ്വാധീനിച്ചുകൊണ്ട് പലതും അവിടെ ചെയ്യുന്നുണ്ട്. അത് 24/7 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും സായിയിൽ നിന്ന് ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ് സായിയുടെ ഗെയിം.